അടുത്തായി വേദിയിലെത്തുന്നു ശ്രീ യതീന്ദ്രൻ മാസ്റ്റർ. കുട്ടിക്കാലം മുതലുള്ള സൗഹൃദമുണ്ട്? കുട്ടിക്കാലം മുതലേ സൗഹൃദമില്ല സാർ. ഇല്ല, കലാകാരനായതിനു ശേഷമുള്ള അടുപ്പമാണ്. ശരി ശരി, ഓക്കെ. അങ്ങനെയാണ് ഈ ബന്ധം വരുന്നത്. പക്ഷേ കുടുംബത്തിൽ വളരെ ഏറെ കുടുംബമായിട്ട് നേരത്തെ എനിക്ക് ബന്ധമുണ്ട്. അത് ഞങ്ങൾക്ക് കൂത്തുറമ്പിൽ വളരെ ശക്തമായൊരു CKG തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. 82 കുറ്റകൃത്യങ്ങൾ എന്ന പേരിലൊരു നാടകം ഉണ്ടായി സാർ. ആ നാടകത്തിൽ രമേഷിൻ്റെ ഒരു പാട്ട്, ആ പാട്ടാണ് ഞാൻ ഇപ്പോഴും മനസ്സ് കൊണ്ട് നടക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് 82 കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ആ പാട്ടോടുകൂടിയുള്ള ഒരു ബന്ധം, അന്ന് ആ പാട്ട് ചെയ്യുന്ന അവസരത്തിൽ നാടകമായിട്ട് ഇത്തിരി താല്പര്യമുള്ളതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നാടകം കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് കാലം ആ പാട്ട് മൂടി നടന്നിട്ടുണ്ട്. ഏതോ വിഷാദ സ്മൃതി, ഏതോ വിഷാദ സ്മൃതിയിൽ മയങ്ങും ഏകാന്ത നീല നിഷേധമേ. പിന്നെ ഞാനൊരു ചെറിയ കഥാപ്രസംഗം പറയുന്ന ആളാണ്. ഇപ്പോൾ ഒരുപക്ഷെ ആരും വിശ്വസിക്കാത്തൊരു കാര്യം, രമേഷ് എനിക്ക് വേണ്ടി സംഗീതം പകർന്നിട്ടുണ്ട്. കഥാപ്രസംഗത്തിന് എൻ്റെ ഒന്നിച്ച് പാടിയിട്ടുണ്ട്. അതാർക്കും അറിയാത്തൊരു കാര്യമാണ്. കഥാപ്രസംഗ രംഗത്ത് രമേഷ് ഉണ്ടായെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഒരു കാരണം എന്ന് വെച്ചാൽ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു സത്യത്തിൽ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് എത്തിപ്പെടുത്തുന്നത്. എനിക്ക് 100-150 സ്റ്റേജ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പങ്കിട്ടിട്ടുണ്ടോ. അതിൽ രമേഷിൻ്റെ കഴിവിൻ്റെ ഒരു വല്ലാത്തൊരു മിന്നലാട്ടം നമുക്ക് കാണാൻ സാധിച്ചത് അത് രാവിലെ ഇരുന്നിട്ടായിരിക്കും എഴുതുക. അന്ന് രാത്രി പറയാനുള്ള കഥ രാവിലെ ഇരുന്ന് എഴുതി, അതിനിടയിൽ അത് പിന്നെ സംഗീതം പകരുന്നുണ്ട്. സംഗീതം പകർന്ന് അത് ടേപ്പ് റെക്കോർഡിൽ വെക്കുന്നു. ഉച്ച കഴിഞ്ഞൊരു 2-4 മണി കഴിയുന്നതോടെ ഏതാണ്ട് ഒരു റെഡിയായിട്ട് വരുന്നു. പിന്നെ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചത് 1-2 ആവർത്തി കേൾക്കുന്നു. നേരെ ജീപ്പ് കയറി പോകുക. ഒരു കഥ അതൊക്കെ കറക്റ്റാണ്, ശരിയാണ് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പോയി കേട്ടോ. ഇന്ന് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് ശരാശരി ഒരു 7 മണിക്കൂറിൽ കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് ഒരു തപസ്, സംഗീതം തപസ്സല്ല തപസ്യ ആയിട്ട് രൂപപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഈ വിജയം എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും അതിയായ സന്തോഷം. ഏതായാലും ഈശ്വരാനുഗ്രഹം മേൽക്കുമേലും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ രമേഷിന് എല്ലാവിധ നന്മയും ഭാവുകങ്ങളും. അടുത്ത ഈ വേദിയിലെത്തുന്നു ശ്രീ രമേഷ് നാരായണൻ്റെ കോളേജ് കാലഘട്ടത്തിലെ സുഹൃത്തുക്കൾ. ജയറാം, നാരായണൻ വയലിനിസ്റ്റ്, വേണുഗോപാൽ പിന്നെ റൂംമേറ്റ് ആയിരുന്നു. അത് ശരി. വേണു മ്യൂസിക് ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്മേറ്റ്സിലായിരുന്നു. 4 ഹോസ്റ്റലാണല്ലേ. അന്ന് ഇദ്ദേഹത്തെ ഒരുപാട് സഹിച്ചു കാണൂല്ലേ? അന്ന് അദ്ദേഹം വളരെ തമാശകാരനായിരുന്നു. ആണോ? കാണുന്ന സീരിയസ്നെസ് ഒന്നുമില്ല. ഇല്ല. എന്നാലും സംഗീതത്തിനോട് വളരെ സീരിയസ് അപ്രോച്ച് ആയിരുന്നു ഈ തമാശകൾക്കിടയിലും. ഞാൻ കാണുമ്പോഴൊക്കെ രമേഷിൻ്റെ വേഷം ഇതാണ്. അപ്പോൾ ഒരു കുർത്തയും ഇങ്ങനെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഒരു അപ്പിയറൻസിലാണ്. കോളേജിൽ പഠിക്കുമ്പോൾ എന്തായിരുന്നു വേഷം? കോളേജിൽ കോഡ്രോയി ജീൻസ് ആയിരുന്നു, ഷർട്ടും. സാധാരണ ഷർട്ട്. ആദ്യം പാടിയ പാട്ട് ഹോസ്റ്റലിൽ വന്നിട്ട് ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നമ്പടി എന്നുള്ള പാട്ടാണ് ആദ്യം പാടിയത്. ഏതായിരുന്നു ഓർമ്മയുണ്ടോ? അർജുന മാഷെ. ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നും. രമേശ് എന്ന കൂടുതലും ഗിറ്റാറിൽ പ്ലേ ചെയ്യും. ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ട് സലിച്ചവരുടെ പാട്ടുകളായിരുന്നു കൂടുതലും പാടുന്നത്. പ്രത്യേകിച്ച് ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നന്നായിട്ട്. ഇലക്ട്രിക് ഗിറ്റാർ ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവരുന്ന കോളേജിലേക്കാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈബ്രേറ്ററൊക്കെ ഇത്രയും ഗൗരവമൊന്നുമില്ല സാർ. എന്നെ ഉപദ്രവിച്ചിട്ടും ഒക്കെ ഉള്ളൂ. ആദ്യം പാട്ടും പഠിപ്പിച്ചു ഓർക്കസ്ട്രയിൽ. ആദ്യമായിട്ട് ഓർക്കസ്ട്രയിൽ മെസ്സിയുടെ കൂട്ടത്തിലാണ് പാടുന്നത്. എന്നെ റാഗ് ചെയ്തത് നാരായണ കേട്ടോ. അപ്പം ഞാൻ അന്ന് കീർത്തനക്ക് ഓർമ്മ കേട്ടോ. കാരണം കീർത്തനം പാടിയത്
രഘുവംശസുധാംബുധിചന്ദ്രശ്രീ സരിമഗരി സരി റിമദനി ആ സാധനം ശരി ശരി. ഭയങ്കര റാഗിങ് കേട്ടോ അവിടെ. ഹോസ്റ്റലിൽ ഭീകര റാഗിങ്. സെക്കൻഡ് ഇയർ മുതൽ ഞാനും തുടങ്ങി. ജയറാം ഇവരൊക്കെ ഭയങ്കര അഗ്രഗണ്യന്മാരാ റാഗിങ്ങിൻ്റെ കാര്യത്തിൽ. അത് ശരി. അല്ല മിക്കവാറും അവസാനിക്കുന്നത് വളരെ നല്ല രീതിയിലായിരുന്നു അവസ്ഥ. നല്ല ഒരു ഫ്രണ്ട്സായി മാറും അല്ലേ? ഉപദ്രവിക്കുന്ന രീതിയിൽ അൺഎത്തിക്കൽ ആയിരുന്നില്ല. ഉപദ്രവിക്കുന്ന രീതിയിലാണ് മിക്കവാറും എല്ലാം ഒരു പ്രശ്നം ഉണ്ടാവാതെ നല്ല രീതിയിലായിരുന്നു. അന്നൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അതിന്റെ പേര്? മെലഡി ഓർക്കസ്ട്ര. മെലഡി ഓർക്കസ്ട്ര. പിന്നെ ടീച്ചേഴ്സ് നമുക്ക് മറക്കാൻ പറ്റാത്ത ജലജ വർമ്മ ടീച്ചർ, പിന്നെ ലൈല ടീച്ചർ അത് കഴിഞ്ഞിട്ട് എന്നെ അത് കഴിഞ്ഞ് ഞാൻ ബോംബെ നിന്നൊക്കെ വന്നിട്ട് 3 വർഷം മുന്നേ 4 വർഷം മുന്നേ എന്നെ വിളിച്ചിരുന്നു. രമേഷിനെ ഞാനൊരു 30 വർഷമായിട്ടാണ് ഞാൻ രമേഷിനെ കാണുന്നത്. ആണോ? അത് ശരി. തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ ഒരു കൺസേർട്ട് അനന്തപത്മനാഭൻ്റെ വീണ ജുഗൽബന്ദി സമയത്ത് ഒന്നാണെങ്കിൽ പിന്നെ രമേഷിനെ കാണുന്നത്. നേരിട്ട് കാണുന്നത് അതുവരെ കണ്ടിട്ടില്ല. കോണ്ടാക്ട്സും ഉണ്ടായിട്ടില്ല. ഇല്ല എന്നാണ് പറയാം. അത് ശരി. ഒരു കോണ്ടാക്ട്സും ഇല്ല. അത് ശരി. ഇപ്പം അടുത്ത ഫേസ്ബുക്കിൽ കൂടെയാണ് നമ്മളൊക്കെ പിന്നെയും ഒന്നുകൂടെ. അത് ശരി. പക്ഷെ ജയറാമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതും കുറേ കാലത്തേക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ല, കുറേ കാലം ഇയാൾ പൂനെയിലൊക്കെ പോയി, അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. എന്തായാലും സംഗീതത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് ഇപ്പോഴത്തെ രമേശ് നാരായണൻ നിൽക്കുന്നത്. അതിനറിഞ്ഞറിയാതെ ഒരു പ്രേരക ഘടകമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്പിറേഷനായിട്ടോ അന്ന് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. 80-ല് അന്ന് സമൃദ്ധമായിട്ടുള്ളത് അന്ന് ചിറ്റൂർ കോളേജ് ഹോസ്റ്റലിൽ സമൃദ്ധമായിട്ടുള്ളത് സംഗീതം മാത്രമായിരുന്നു. ബാക്കിയൊക്കെ വളരെ സങ്കടത്തായിട്ടുള്ള ജീവിതം, കഷ്ടമായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു. സുഖം ആ സംഗീതമാണ്. നമ്മൾ 4 പേര് ഹോസ്റ്റൽ മേറ്റ്സ്. ഹോസ്റ്റൽ മേറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും നന്നായി ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്നതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു. ഞങ്ങളെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിലും വളരെ സന്തോഷമാണ്.